ഇപ്പോൾ വരുന്നൊരു വാർത്ത. തിരുവനന്തപുരത്ത് ചിറയൻകീഴിൽ 8 വയസ്സുകാരൻ പാമ്പ് കടിയേറ്റ് മരിച്ചതിൽ കുടുംബത്തിന്റെ ആരോപണം തള്ളി താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിന്റെ റിപ്പോർട്ട്. വീഴ്ചയുണ്ടായിട്ടില്ലെന്നും കുട്ടിക്ക് പാമ്പ് കടിയേറ്റെന്ന് സ്ഥിരീകരിക്കാനായില്ലെന്നുമാണ് വിശദീകരണം. രക്തപരിശോധനയിൽ പ്രശ്നങ്ങൾ കണ്ടില്ലെന്നാണ് റിപ്പോർട്ട്. ആശുപത്രിയിൽ ആന്റിവെനം സ്റ്റോക്ക് ഉണ്ടായിരുന്നുവെന്നും റിപ്പോർട്ടിലുണ്ട്. റിപ്പോർട്ട് DMOയ്ക്ക് സമർപ്പിച്ചിട്ടുണ്ട്. ഹരിമോഹനുണ്ട് വീട്ടിൽ നിന്നും. ഹരിമോഹൻ, കുഞ്ഞിനെ ആ സമയത്ത് വേണ്ടത്ര രീതിയിൽ ആശുപത്രി ശ്രദ്ധിച്ചില്ല എന്നാണ് വീട്ടുകാരുടെ പരാതി. 8 വയസ്സ് മാത്രമേ ഉള്ളൂ. ആ സമയത്ത് പാമ്പാണ് കടിച്ചതെന്ന് ആശുപത്രിക്ക് സ്ഥിരീകരിക്കാൻ കഴിയാതെ പോയതാണോ കുഞ്ഞിന്റെ ജീവൻ എടുത്തത്? ഹരി, അരുൺ, അങ്ങനെ തന്നെയായിരുന്നു ഇന്നലെ ഉയർന്നു വന്നിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. പക്ഷേ ആ ആരോപണങ്ങൾ തള്ളിക്കൊണ്ടാണ് ചിറയൻകീഴ് താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് DMOയ്ക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ചികിത്സാ പിഴവ് സംഭവിച്ചിട്ടില്ല, അല്ലെങ്കിൽ ചികിത്സ നൽകാതിരുന്നിട്ടില്ല. 2 പരിശോധനകൾ നടത്തിയ പരിശോധനയിൽ ഒന്നും തന്നെ പാമ്പ് കടിയേറ്റതായി അല്ലെങ്കിൽ ഏതെങ്കിലും വിഷജന്തുക്കൾ കടിച്ചതായി സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ആശുപത്രി DMOയ്ക്ക് നൽകുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത്. അതായത് കുടുംബത്തിന്റെ ആരോപണങ്ങൾ പൂർണ്ണമായിട്ടും തള്ളുകയാണ് ആ റിപ്പോർട്ടിൽ എന്നുള്ളതാണ്. അതായത് ആന്റിവെനം 27 വയൽ സ്റ്റോക്ക് ഉണ്ട് എന്നുള്ളതാണ് സൂപ്രണ്ടിന്റെ വിശദീകരണത്തിൽ പറയുന്ന ഒരു പ്രധാന കാര്യം. പക്ഷേ കുടുംബം ഇന്നലെ തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു ആശുപത്രിയിൽ എത്തിയപ്പോൾ ഉണ്ടായിരുന്ന ചില അനുഭവങ്ങൾ. അവിടെ ആന്റിവെനം നൽകാതിരുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആരോപണങ്ങൾ ഇപ്പോൾ ഇന്നലെ അഴൂരിൽ പാമ്പുകടിയേറ്റ് മരിച്ച 8 വയസ്സുകാരൻ ദിക്ഷലിന്റെ അച്ഛൻ ദിലീപ് നമ്മളോടൊപ്പം ഉണ്ട്. അപ്പോൾ ആശുപത്രി പറയുന്നത് അവിടെ സ്റ്റോക്ക് ഉണ്ടായിരുന്നു ആന്റിവെനം, പക്ഷെ പാമ്പുകടി ഏറ്റെന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് കൊടുക്കാതിരുന്നതെന്നാണ് പറയുന്നത്. ഇന്നലെ ആശുപത്രിയിൽ എത്തിയത് മുതൽ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഡോക്ടർ കൃത്യമായിട്ട് നോക്കിയില്ല, അല്ലെങ്കിൽ ആന്റിവെനം നൽകാമായിരുന്നു എന്നുള്ളത്. ആന്റിവെനത്തിനല്ല, കടിച്ചത് പാമ്പാണെന്ന് നമ്മൾ സ്ഥിരീകരിച്ചില്ല. കാരണം കണ്ടിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ പറഞ്ഞത് എന്തോ കടിച്ചു എന്നേ പറഞ്ഞിട്ടുള്ളൂ. പാമ്പാണെന്ന് നമ്മൾ ഉറപ്പിച്ച് പറഞ്ഞില്ല. പക്ഷെ അവൻ പറയുന്നുണ്ട് എന്തോ വലുതാണ് കാലി കയറി കടിച്ചെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പം ഞാനും പേടിച്ച് പറയുന്നതാണ് കരുതിയത്. അത് ഞാൻ പറഞ്ഞായിരുന്നു അവിടെ പേടിച്ചിട്ടായിരിക്കുമെന്ന് അറിയാൻ. നമ്മൾ കണ്ടില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് പാമ്പ് കയറാൻ ചാൻസുള്ള വീടാണെന്ന് ചോദിച്ചാൽ നമ്മൾ അതിനുള്ള വീടാണെന്ന് പറഞ്ഞു. അടച്ചുറപ്പില്ലാത്ത വീട് തന്നെയാണ്. പിന്നെ പാമ്പാണെന്ന് ഉറപ്പില്ലെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അവർ കൊച്ചിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ കൊച്ചു പറയുന്നുണ്ട് കടിച്ചത് വലുതാണ്, എന്തോ വലിയ സാധനം കാലി കയറി എന്ന് പറയുന്നുണ്ട്. പിന്നെ തല ചുറ്റുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു, 2ആയിട്ട് കാണുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു, ശ്വാസം മുട്ടുണ്ടെന്നും പറഞ്ഞായിരുന്നു. ആ സമയത്തൊന്നും അവർ കാര്യമായിട്ട് എടുത്തില്ല. പെട്ടെന്ന് അവൻ ഛർദ്ദിക്കണമെന്ന് പറഞ്ഞായിരുന്നു. ബ്ലഡ് എടുത്തപ്പോൾ സൂചി കൊണ്ടുവന്നു. ആ സമയം അത് കണ്ട് പേടിച്ചായിരുന്നു. അത് കണ്ട് പേടിച്ചതിന് ശേഷമാണ് റിയാക്ഷൻ ചെയ്ത് തുടങ്ങിയത്. പെട്ടെന്ന് വെപ്രളം കാര്യങ്ങളായി ഛർദ്ദിക്കണമെന്ന് പറഞ്ഞു. ഛർദ്ദിച്ചതിന് ശേഷമാണ് അവന് തനക്ക് ബുദ്ധിമുട്ടുണ്ടായി, എന്തോ തൊണ്ടയിൽ ഇതാണെന്ന് പറഞ്ഞ് ഒരു കുറച്ച് സെക്കൻഡുകളെ സംസാരിച്ചുള്ള തൊണ്ടയിൽ നിന്ന് പറഞ്ഞു. അതിപ്പോൾ തന്നെ സംസാരം നിന്ന് പിന്നെ തൊണ്ടയിൽ കൈ കാണിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളായിരുന്നു. അപ്പോൾ ആ സമയത്ത് അവർ പറഞ്ഞത് കഫം വന്ന് തൊണ്ടയിൽ നിൽക്കുകയാണെന്നാണ് പറഞ്ഞത്. ആ സമയത്ത് അവർ നോക്കിയിട്ടില്ല. റിയാക്ഷൻ കാണിച്ചു തുടങ്ങിയ പോലും എന്താണെന്ന് പരിശോധിച്ചിട്ടില്ല. പിന്നെ മെഡിക്കൽ കോളേജിലേക്ക് എത്താൻ എത്ര നേരം എടുത്തു കാണും? ഇടയിൽ 1 മണിക്കൂറിനകത്ത് എടുത്ത് കാണും. മെഡിക്കൽ ഇവിടുന്ന് ചെറിയ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി 2-3 കിലോമീറ്റർ ആയപ്പോൾ തന്നെ അനക്കമില്ലാതായിരുന്നു. കാരണം അവരവിടെ വെച്ച് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ ആംബുലൻസിൽ ഓക്സിജൻ കൊടുത്ത് കൊണ്ടുപോകാനാണ് പറഞ്ഞത്. അത് വെച്ച് ഒരു 10-15 മിനിറ്റിനകത്ത് വെച്ച് തന്നെ അനക്കമില്ലാണ്ടായി. അരുൺ, അതാണ് കുടുംബം വീണ്ടും ചൂണ്ടിക്കാണിക്കുന്നത്. ചിറയൻകീഴ് ആശുപത്രിയിൽ നിന്ന് ആന്റിവെനം കൊടുത്ത് വിടാമായിരുന്നു, റെഫർ ചെയ്യാമായിരുന്നു എന്നുള്ളത് തന്നെയാണ് കുടുംബം ആവർത്തിക്കുന്നത്. എന്തായാലും DMOയ്ക്ക് കൊടുത്തിട്ടുള്ള റിപ്പോർട്ടിൽ ആന്റിവെനം സ്റ്റോക്ക് ഉണ്ടായിരുന്നെങ്കിൽ പോലും വിഷജന്തുക്കൾ കടിച്ചതായി സ്ഥിരീകരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അത് നൽകാതിരുന്നത് എന്നുള്ളതാണ്. അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം കടിച്ചത് പാമ്പാണെന്ന് മനസ്സിലായില്ലെങ്കിൽ ആന്റിവെനം കൊടുക്കാനും പറ്റൂലല്ലോ. അത് ഈ വിഷത്തിന്റെ അതേ എഫക്റ്റാണ് ചെയ്യുക. പാമ്പ് കടി ഏൽക്കാതെ ആന്റിവെനം കൊടുക്കാനും കഴിയില്ല. അങ്ങനൊരു പ്രശ്നം കൂടിയുണ്ട്. ഹരിയാണ് വിവരങ്ങൾ നൽകിയത്. പക്ഷേ വീട്ടുകാരിപ്പോഴും വിശ്വസിക്കുന്നത് ആശുപത്രിയിൽ നിന്ന് ഒരു വീഴ്ച സംഭവിച്ചു, കുഞ്ഞിനെ ഒന്ന് നോക്കിയിരുന്നെങ്കിൽ പാമ്പ് കടിയേറ്റു എന്ന് സ്ഥിരീകരിച്ച് ആന്റിവെനം കൊടുത്ത് വിട്ടിരുന്നെങ്കിൽ കുഞ്ഞിന് ജീവൻ നിലനിർത്താൻ കഴിയുമെന്നാണ്. പക്ഷേ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങി 2-3 കിലോമീറ്റർ കഴിഞ്ഞപ്പോഴേക്ക് തന്നെ കുഞ്ഞിന് മരണം സംഭവിച്ചു എന്നാണ് അച്ഛൻ തന്നെ പറയുന്നത്. ഇപ്പോൾ DMO കൊടുത്ത റിപ്പോർട്ടിൽ തങ്ങൾക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്നു.